എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ പലർക്കും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മുടിയുടെ മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ താരൻ, അകാല നര, അല്ലെങ്കിൽ മുടിക്ക് ഡ്രൈനസ് ഉണ്ടാവുക. അങ്ങനെയുള്ള മുടിക്കുണ്ടാവുന്ന പലതരം പ്രശ്നങ്ങൾ ഇപ്പം പലരെയും അലട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. അതിന് പലരും പല മരുന്നുകളും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളും അങ്ങനെ ഒരുപാട് ഓയിലുകളും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും വേണ്ട വിധത്തിൽ ഡയറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ എന്തൊക്കെ ഡയറ്റാണ് നമ്മുടെ ഭക്ഷണത്തിൽ, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ നിത്യം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മുടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഭക്ഷണങ്ങളെന്ന്. ഒന്ന്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത് നമ്മുടെ മുടിക്കും നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഒന്ന് ചെറുപയർ, മറ്റൊന്നാണ് നട്ട്സിൽ ബദാം, അണ്ടിപ്പരിപ്പ്, വാൾനട്ട് അങ്ങനെയുള്ള എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. നട്ട്സ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം നമ്മൾ ഓരോ നട്ട്സും 5 എണ്ണം വീതം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പലർക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ താരനൊക്കെ കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മൾ അളവ് നോക്കി മാത്രം കഴിക്കുക. മറ്റൊന്നാണ് നെല്ലിക്ക. ദിവസവും ഒരു നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്ക എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പ്രധാനമായിട്ടും ഒരു നെല്ലിക്ക അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മത്സ്യം കഴിക്കുമ്പോൾ നമ്മൾ omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള മത്സ്യം വേണം കഴിക്കാൻ മുടിക്ക് വേണ്ടിയിട്ട്. അതിൽ സാൽമൺ, അയല, ട്യൂണ, മത്തി, കൂന്തൽ, കക്ക, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ omega-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത്. പിന്നെ മധുരക്കിഴങ്ങ്. മറ്റൊന്നാണ് ചീര മാത്രമല്ല മറ്റ് ഇലക്കറികളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മുട്ട, പിന്നെ പാല്, തൈര്, പനീർ, ചീസ്, പിന്നെ ഈത്തപ്പഴം. മറ്റൊന്നാണ് ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്. ഫ്രൂട്ട്സിൽ നമുക്ക് അവകാഡോ ആണ് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ബെറീസ്, പിന്നെ ബീൻസ്, പിന്നെ സിട്രസ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും നല്ലതാണ്. പിന്നെ ചിയാ സീഡ്. മറ്റൊന്നാണ് ഉലുവ. നമ്മൾ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി തന്നെ നമ്മൾ പുറമേയും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഉലുവ മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള തൈരും പാലും മുട്ടയൊക്കെ നമ്മൾ പുറത്തും മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളതാണ്. മറ്റൊന്നാണ് ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ പീസ്, നമ്മൾ പച്ചപ്പട്ടാണി എന്നൊക്കെ പറയില്ല, അതൊക്കെ. അപ്പം ഇവിടെ ഞാനിപ്പോൾ വളരെ പ്രധാനമായിട്ടും വേണ്ട കുറച്ച് 25 കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങളുടെ നിത്യത്തിലുള്ള ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ മുടിയുടെ സംരക്ഷണത്തിന് ഇത് മതിയാവും. അപ്പോൾ നിങ്ങൾ ഈ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ പോരാ, നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഡയറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് മുടിയുടെ മാത്രം ഡയറ്റാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഡയറ്റുകൾ വേറെയും പലതുണ്ട്. അപ്പം മുടിയുടെ പ്രശ്നമുള്ള ആൾക്കാർ മെയിനായിട്ടും ഇപ്പോൾ ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കും നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ ഡയറ്റൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്